പീരീഡ്സ് ആകുമ്പോൾ ഓവർ ബ്ലീഡിങ് ആവുന്നത് മാത്രമാണോ, അതോ പീരീഡ്സ് ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം പീരീഡ്സ് മിസ്സാവുന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മാസം പീരീഡ്സ് കഴിഞ്ഞ് അതിനുശേഷം പ്രൊലോങ്ഡ് ബ്ലീഡിങ്, അത് ഫൈബ്രോയിഡിന്റെ ഒരു റീസൺ ആണ്. ഇനിയിപ്പം ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ട്യൂമർ ആയതുകൊണ്ട് അണ്ടർലൈങ് ആയിട്ട് വല്ല ഒവേറിയൻ സിസ്റ്റോ അല്ലെങ്കിൽ PCOD അങ്ങനെ എന്തെങ്കിലുമുള്ള പേഷ്യൻസിന് പ്രൊജസ്ട്രോണിന്റെ അളവ് കുറവായിരിക്കും. ആ കേസസിൽ നമുക്ക് കുറച്ച് കാലം ഒരു അമിനോറിയ, പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരാം, ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ബ്ലീഡിങ് ഉണ്ടാവുക, വേദന ഉണ്ടാവുക, ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് ഫൈബ്രോയിഡ് കാരണം ഇനി ഹോർമോൺ ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി OP നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് എൻഡോമെട്രിയൽ സാമ്പിളിംഗ്, അല്ലെങ്കിൽ നമ്മൾ പിപ്പല്ലി ആസ്പിറേഷൻ എന്ന് പറയും. ഈ ഒരു ഫൈബ്രോയിഡ് മുഴകൾ കാരണം ഈ എൻഡോമെട്രിയത്തിൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ എന്തൊക്കെ ഹോർമോൺ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ പിപ്പല്ലി എന്ന് പറയുന്നത്. ഈ പിപ്പല്ലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അനസ്തേഷ്യയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് OP നിന്ന് ഉള്ളു പരിശോധിക്കുന്നത് പോലെ ഗർഭപാത്രത്തിലെ കുറച്ച് ടിഷ്യൂസ് നമ്മൾ ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അന്ന് തന്നെ ഒരു 1 hour ശേഷം പേഷ്യന്റ് വീട്ടിൽ പോകാവുന്നതാണ്.